ആകെ കൊടുങ്കാടായല്ലോ. പിള്ളേരെ വിളിച്ചൊന്ന് വെട്ടി നിർത്തണം. എന്നെ ബഹുമാനിക്കണ്ട, ഞാൻ ഭൂഷയല്ല. സഖാക്കന്മാരെ കുമ്പിടുന്നു. അതെങ്ങനെ വിളിച്ചാ പാർട്ടി ക്ലാസ്സിന് വരണ്ടേ? ഇവന്മാര് ക്ലാസ്സിൽ പങ്കെടുക്കുന്നു. ഇവിടെ ഇല്ലേ? എടി അമ്പുജം, നീ എന്നാ പണിയാ കാണിച്ചേ? ടിക്കറ്റിങ്ങിന് പോകാൻ ചുവന്ന ഷർട്ട് കഴുകണമെന്ന് പറഞ്ഞിട്ട് നീല കഴുകിയിട്ടേക്കുന്നു. ടിക്കറ്റിനൊന്നും ചുമന്ന ഷർട്ട് തന്നെ വേണം. നീ ഏത് മാനിഫെസ്റ്റോയിലാ പറഞ്ഞിട്ടുള്ളത് കൊച്ചേട്ടാ? എടി, ചുവന്നത് എന്തെങ്കിലും കണ്ടാൽ കമ്മ്യൂണിസ്റ്റുകാരന്റെ മനസ്സിലെ തെരയിളക്കം. അത് പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവൂല. അതെങ്ങനെ അറിയാനാ? നിന്റെ സഹവാസം പിന്തിരിപ്പനായ എന്റെ അളിയന്റെ കൂടെ ആയിപ്പോയില്ലേ കൊച്ചേട്ടാ? എടി, ഞാൻ ചുവന്ന ഷർട്ടിട്ട് പിക്കറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നത് തടയാനല്ലേ നിന്റെ ആ ഉണക്ക ഭർത്താവ് മനഃപൂർവ്വം ഷർട്ട് കഴുകിടാൻ സമ്മതിക്കാഞ്ഞത്? കമ്മ്യൂണിസം പറഞ്ഞു നടക്കാതെ പെണ്ണ് കെട്ടെന്റെ കൊച്ചേട്ടാ. അങ്ങനെ പെണ്ണ് കെട്ടിച്ചെന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാന്ന് നീയും നിന്റെ ഭർത്താവും കരുതണ്ട. കയ്യൂരിലെ സഖാക്കളെ പോലെ, കൂത്തുപറമ്പിലെ വീരന്മാരെ പോലെ SCPക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കാനുള്ളതാടി ഈ ശിവൻകുട്ടിയുടെ ജീവിതം. ഇങ്ങോട്ട് നോക്കിയേ, എന്റെ ആ പിന്തിരിപ്പൻ അളിയനുണ്ടല്ലോ, അവനോട് പറഞ്ഞേക്ക് ഷർട്ട് എടുത്ത് മാറ്റിയാൻ അവനിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. കേട്ടാ? പറയാൻ മറക്കല്ലേ. നീ ഇപ്പോഴേ ബക്കറ്റ് ചോന്നു. പിന്നെ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനെ കൊണ്ട് മാത്രമേ കെട്ടിക്കൂ. ഓ, ഇന്ന് പല്ലുതേപ്പും കുളിയൊക്കെ ഉണ്ടല്ലേ? വെറുതെ അല്ല, കാക്ക മലന്ന് പറക്കുന്ന കണ്ടായിരുന്നു.